പ്രശാന്ത്, രാഹുൽ ഈശ്വർ വഴി എണ്ണുമോ? ഹണി റോസ് അടങ്ങുന്നില്ല. അവരെ കേസ് കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത് വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട്. 2 കേസായി. അപ്പം അതിനകത്ത് ഇപ്പോൾ പോലീസ് ആദ്യത്തെ കേസ് എടുക്കാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറ് മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് വിശദീകരണം കൊടുക്കുന്നു പറഞ്ഞാൽ എനിക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്. അവരെ ഒരു ഘട്ടത്തിലും മോശമാക്കിയിട്ടില്ല. വിമർശിക്കാനുള്ള അധികാരം ലോകത്ത് നിയമം അനുശാസിക്കുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളത് അതിനനുസരിച്ചുള്ള രീതിയിലേ ഞാൻ അവരെ വിമർശിച്ചിട്ടുള്ളൂ. ഇവരെന്നല്ല, ഞാൻ ലോകത്തൊരു സ്ത്രീകളെ ഇത്രയും കാലത്തിനകത്ത് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന മോശമാക്കാനോ ഒന്നും നിന്നിട്ടില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്ന ന്യായത്തിന് കഴമ്പുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കകത്തുനിന്ന് പോലീസ് പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ വീണ്ടും അവർ ചില കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കേസ് എടുക്കാൻ പ്രാപ്തമായിട്ടുള്ളതുകൊണ്ട് എന്നെ മോശമാക്കുന്നു അല്ലെങ്കിൽ എന്നെ ആത്മഹത്യയിലേക്ക് വരെ വലിച്ചടയ്ക്കാൻ മാനസിക പ്രാപ്തി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആൾക്കാരെ കൊണ്ട് എന്നെ അല്ലെങ്കിൽ അവരെ ഈ ഒരു പ്രമുഖ വ്യക്തി ഈ ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് വളരെ കൂടുതൽ ആൾക്കാർ അവർക്കെതിരെ സൈബർ അറ്റാക്കും അല്ലെങ്കിൽ അവർക്കെതിരെ മോശം പരാമർശവുമായിട്ട് വരുന്നു. അതിന് കാരണക്കാരൻ ആയിട്ടുള്ളത് രാഹുൽ ഈശ്വർ ആണെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇദ്ദേഹം ഈ ന്യായമൊക്കെ പറയുമ്പോഴും ഞാൻ വക്കീലാണ്, ഞാൻ തന്നെത്താനെ വാദിച്ചോളാം, എനിക്കതിനകത്ത് ഭയമില്ല, ഞാൻ ശബരിമല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തുടനീളമുള്ള പോലീസിനെ പോലും ഭയപ്പെട്ടിട്ടുള്ള ആളല്ല എന്ന് ഇന്നലെ ഒരു ചാനലിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിണറായി വിജയൻ കേരളത്തിലുള്ള പുരുഷന്മാർക്കൊന്നും സംരക്ഷണം കൊടുക്കില്ല? അല്ല, പിണറായി വിജയൻ പുരുഷന്മാർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുമോ എന്നുള്ളത് പിണറായിക്ക് പിടിച്ചാൽ കിട്ടുന്നിടത്തല്ലല്ലോ കാര്യങ്ങൾ. ഇതിനകത്ത് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പരാതിയുമായിട്ട് വരുമ്പം ആ പരാതിക്കകത്ത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പോലീസാണല്ലോ. അപ്പം അതിനകത്ത് പരിശോധിച്ചില്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞാലും കോടതി ഇടപെട്ട് കഴിഞ്ഞാലേ പോലീസുകാർക്ക് അത് നോക്കിയല്ലേ വെക്കും. അപ്പം ഇന്നലെ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് നിരീക്ഷണത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസ് വന്നതിന് ശേഷം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് കൊടുത്തതുകൊണ്ട് പോലീസ് മാറി നിൽക്കും എന്ന് പറയുമ്പോൾ കോടതിയിൽ നിന്ന് ഡയറക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ പോലീസ് ഒരുപക്ഷെ അത്രയും സമയം കാത്തു നിൽക്കാറുണ്ട് ചില കേസുകൾ. പക്ഷേ അങ്ങനെ കാത്തു നിൽക്കണമെന്നൊന്നും നിയമമില്ല. കാരണം കോടതിയിൽ നിന്ന് പറയത്രത്തോളം കാലം ഇത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ഇന്ന് അവധിയാണല്ലോ, ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷയുടെ അത് ഫയലിൽ സ്വീകരിച്ചോ എന്നുള്ള ഇതൊന്നും വന്നിട്ടില്ല. അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഫയലിൽ സ്വീകരിച്ചാൽ മാത്രമേ അത് അതിനു വേണ്ടി മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടായോ എന്നുള്ളതിനെപ്പറ്റി പറയൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഫയലിൽ സ്വീകരിച്ച വിവരമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കൊടുത്തു. അപ്പം ഒരുപക്ഷെ ബോച്ചയ്ക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല അല്ലേ? ബോച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. ഉടനെ കിട്ടും എന്നാണ് ഞാൻ ഈ മെൻസ് അസോസിയേഷൻ സംഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് കേട്ടോ. അവര് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, പൂമാലയും ഒക്കെ ആയിട്ട്. അല്ല, ബോച്ചയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഇപ്പം ആ വകുപ്പുകൾ ഇട്ടെങ്കിലും നാളെ കാലത്ത് ഇപ്പോൾ രാമൻപിള്ള ആ ഒരു അവസരത്തിൽ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ ഇത്രയും പ്രശ്നമാക്കി നിൽക്കുന്ന ഒരു അവസ്ഥ കോടതി ജാമ്യം കൊടുക്കത്തില്ല. രാഹുൽ ഈശ്വറിന് ഹണി റോസിനെതിരെ കേസ് കൊടുക്കാം. കാരണം തന്ത്രി കുടുംബത്തെ വളരെ മോശമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. തന്ത്രി കുടുംബത്തിലെ ആള് എന്നുള്ള രീതി അത് വേറെ വലിയൊരു വികാരമാക്കാം. പക്ഷേ അതിനകത്ത് വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ തന്ത്രി കുടുംബക്കാർ ചിലപ്പം രാഹുൽ ഈശ്വറിനെതിരെ വരും. കാരണം ശബരിമല വിഷയത്തിനകത്ത് ഈ തന്ത്രി കുടുംബം ഒരിക്കലും അദ്ദേഹം തന്ത്രി കുടുംബത്തിന്റെ ഭാഗമാണെന്ന് വരുമ്പം ഇദ്ദേഹം കാണിക്കുന്ന ഗോഷ്ഠികൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെളിച്ചത്ത് വന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സംഗതി ഒന്നുകൂടെ മാറും. ഇത് തീർത്ഥാടന കാലം കൂടെ. അതെ, ഒന്നുകൂടെ മാറും. അപ്പം ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ തന്ത്രി കുടുംബമാണ് ഞാനെന്ന് പറഞ്ഞ് അതേ കയറി പിടിച്ച് രാഹുൽ ഈശ്വർ പോയാൽ ഒരു പക്ഷേ ഈ പറയുന്ന ചെങ്ങന്നൂരിൽ നിന്ന് ആ തന്ത്രി കുടുംബത്തിലെ ആൾക്കാർ ഈ രാഹുൽ ഈശ്വർ കാണിക്കുന്ന ഈ മാതിരിയുള്ള ഗോഷ്ഠികൾക്ക് തന്ത്രി കുടുംബവുമായിട്ട് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അതോടുകൂടി രാഹുൽ ഈശ്വറിന് പണ്ടുണ്ടായതുപോലെ ഒരു മോശം വീണ്ടും സംഭവിക്കാം. അപ്പം ഈ ഒരു വിഷയം തന്ത്രി കുടുംബത്തിൻ്റെ സാറ് പറഞ്ഞ വിഷയം അതിന് രാഹുൽ ഈശ്വർ അതും പൊക്കിക്കൊണ്ട് വന്നാലും നേറ്റി അടിക്കും. എന്ന് വെച്ചാൽ എനിക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് നേരത്തെ ഉള്ള കാര്യം വെച്ചും നമ്മളുടെ അറിവ് വെച്ചും അവർ രാഹുലിൻ്റെ ഭാഗമായിട്ട് നിൽക്കത്തില്ല. എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവർ രാഹുലിൻ്റെ ഭാഗമല്ല. അന്ന് സമരത്തിനകത്ത്
ശബരിമല വിഷയത്തിനകത്ത് അഭിപ്രായം പറയാൻ രാഹുലിന് അധികാരമില്ല എന്ന് പറയുന്നതിന് ഏറ്റവും മുമ്പിൽ നിന്നത് ഈ പറയുന്ന തന്ത്രി കുടുംബമാണ്. ഈ ശബരിമല വിഷയത്തിനകത്ത് തന്ത്രി കുടുംബത്തിൻ്റെ അഭിപ്രായം പറയാൻ രാഹുൽ വരേണ്ട, തന്ത്രി കുടുംബത്തിൻ്റെ അഭിപ്രായം പറയാൻ ഇവിടെ തന്ത്രിമാരുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ തോന്നും. പിന്നെ അദ്ദേഹത്തെ ആ സമരത്തിനകത്ത് അല്ല, എന്നാലും തന്ത്രി കുടുംബാംഗമാണ് രാഹുൽ ഈശ്വർ. തന്ത്രി കുടുംബാംഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ തന്ത്രിയുടെ പെങ്ങളുടെ മോനെ. അതെ അതെ. അപ്പോൾ അവർക്കതിനകത്ത് വേറെ നമ്മളതിനെപ്പറ്റി ചർച്ചയ്ക്ക് വേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. അത് അംഗീകരിക്കാതിരിക്കുമോ അത് അവരുടെ കുടുംബ പ്രശ്നം. ഏതായാലും രാഹുൽ ഈശ്വർ ഈ സമയത്ത് ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വസ്ത്രധാരണത്തെ ചൊല്ലി, അല്ലെങ്കിൽ അതാണല്ലോ ഇപ്പോൾ വിഷയം, ബോച്ചയുടെ വിഷയം ഡബിൾ മീനിങ്. ആ ഡബിൾ മീനിങ്ങിന് കാരണമായിട്ട് വരുന്ന സംഭവം എന്തോ അവരുടെ വസ്ത്രധാരണം. അപ്പം ഇത് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ആയിട്ടുള്ള ഒരു ഫാൻസായിട്ട് മാറിയിരിക്കുക. രാഹുൽ ഈശ്വറിന് അനുകൂലമായിട്ട് കുറേ ആൾക്കാർ, രാഹുൽ ഈശ്വറിന് പ്രതികൂലമായിട്ട് കുറേ ആൾക്കാർ, ഇപ്പൊ ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് കുറേ ആൾക്കാർ, ബോച്ചയ്ക്ക് പ്രതികൂലമായിട്ട് കുറേ ആൾക്കാർ. ഇപ്പൊ രാഹുൽ ഈശ്വറിന് അനുകൂലമായിട്ട് സാറി പറയുന്നത് പോലെ പുരുഷ പേര് പുരുഷ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്കും ഈ രാജ്യത്ത് അല്ലെങ്കിൽ നീതി വേണം. അതൊരു തമാശയായിട്ട് തോന്നുന്നുണ്ട്. അല്ല, വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം അത്. ഈ പുരുഷന്റെ ഈ പ്രശ്നങ്ങളും അവന്റെ ഗാർഹിക പീഡനങ്ങളും അവന്റെ വിഷയങ്ങളും ഒന്നും നമ്മളെന്താ പറഞ്ഞതുപോലെ ആരും പരിഗണിക്കാനില്ല. ഇത് പുരുഷന്മാരുടെ ആകുമ്പോൾ അവൻ എവിടെ സ്ത്രീകൾ ഹൈക്കോടതി ഒരു പരാമർശം നടത്തില്ലേ, പുരുഷന്മാർക്കും അന്തസ്സും അഭിമാനവും. പിന്നെ അഭിമാനമുണ്ട്. ശരിയില്ലേ? ഇവർ എന്ത് കാണിച്ചിട്ടും അവരുടെ ഭാഗം മാത്രമേ കേൾക്കാൻ ആളുള്ളൂ. ഇവർക്ക് മാത്രവുമല്ല, പല കേസുകളും എല്ലാവരും അല്ലല്ലോ നമ്മൾ പറയുന്നത്, പല കേസുകളും നമ്മൾ പരിശോധിക്കണം. ഇവരുടെ ചിന്താഗതി ഏതെല്ലാം ലൈൻ്റെ സാറേ. ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരുത്തനെ പ്രേമിച്ച് അവൾക്ക് യോഗ്യമല്ലെന്ന് തോന്നുമ്പോൾ അവനെ ഒഴിവാക്കാൻ കാണുന്ന ഒരു മാർഗം. പണ്ടൊക്കെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട, ഇഷ്ടമല്ലെന്ന് പറയും. ഇത് അവനെ വശത്താക്കി വിളിച്ചു വരുത്തി അവനെ കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതിന് ശേഷം അവനെ വിഷം കൊടുക്കുക. ഇത് ഈ രീതിയിലുള്ള അത്രയ്ക്ക് ക്രിമിനൽ മെൻറ്റാലിറ്റി, യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആ ക്രിമിനലിസം മുഖത്ത് പോലും വരാതെ മറ്റേ ആൾക്ക് അല്പം പോലും തോന്നാതെ അപായപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഉള്ളത് പുരുഷന്മാർക്കൊന്നും പറ്റത്തില്ല. അവന് ദേഷ്യം വരുമ്പോൾ പലരോടും തലക്കടിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. അപ്പം ഈ രീതിയിലുള്ള ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയും നമ്മുടെ ജോളിയോ, അതെ, പിന്നെ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, ഇതെല്ലാം സ്ത്രീകളാണ്. ഇതിൻ്റെ എല്ലാം വിക്ടിംസ് ഇതുപോലെ പുരുഷന്മാരും ഒക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ചർച്ച വരുന്നില്ല. അതുപോലെ പഴയ കൊട്ടേഷൻ ടീമുകൾ ഇപ്പോൾ ആരാ നമ്മൾ കണ്ടിട്ടില്ലേ? സ്ത്രീകൾ റോഡിൽ നിന്ന് മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ അതും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വരും. നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അതായത് ഒരു പുരുഷൻ റോഡിൽ നിന്ന് തോന്നിവാസം കാണിച്ചാൽ 100 പേര് പറയാനുള്ളപ്പോൾ ഒരു സ്ത്രീ അതേ തോന്നിവാസം കാണിക്കുമ്പോൾ പറഞ്ഞാൽ അതും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാവുക. അതിൻ്റെ കൂടെ ചില ആൾക്കാർ കൂട്ടുപിടിക്കുക. മാത്രമല്ല, എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹത്തിന്. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാൻ സാറിൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യം. അതെ, അതിന് അങ്ങനൊരു നിർവചനമുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ ആരെന്ത് പറയുന്നു, എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യവും വേഷത്തിന് അകത്ത് ധരിക്കാനുള്ളതൊക്കെ ആവശ്യം ഇതുണ്ട്. പക്ഷെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു വില, സമൂഹത്തിന് നമ്മളൊരു വില കൊടുക്കണം. ഓരോരുത്തർക്കും ഇപ്പം അമേരിക്കയിലെ സമൂഹമാണോ കേരളത്തിലെ ഇന്ത്യയിൽ, അപ്പോൾ ഓരോരുത്തരത്ത് ഓരോന്നിനും ഓരോ വിലയുണ്ട്. അതനുസരിച്ച് സമൂഹത്തിന് വില കൊടുക്കണോ വേണ്ട എന്ന് ഓരോ വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് അവരുടെ വ്യക്തിത്വം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഹണിറോസ് ഏത് വസ്ത്രം ധരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവർ തീരുമാനിച്ചിട്ടേ അവരുടെ കാര്യങ്ങൾ. അതിനകത്ത് അഭിപ്രായം പറയുമ്പോൾ ഈ ന്യായമാണെങ്കിൽ ആ അഭിപ്രായം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അല്ലാതെ അഭിപ്രായത്തിനകത്ത് ന്യായവും അന്യായമുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കണം. ന്യായമാണോ അന്യായമാണോ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഈ പറയുന്ന പോലെ എന്ത് കാണിച്ചാലും സ്ത്രീകൾക്കെതിരെ പറയാനും പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാനും പറ്റാത്ത രീതിയിലേക്ക് സ്ത്രീകളുടെ രക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന നിയമം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പുരുഷ സഹായം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടന ഇടപെടുന്നത് നല്ലത് തന്നെ. കാരണം പല പുരുഷന്മാരെ ഇപ്പോൾ പെടുത്തി. പുരുഷന്മാർ പഴയ പോലെ അല്ലല്ലോ. ഇവർ പാവത്തുങ്ങളെ വിരലുവെ നിന്ന് മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരെ ഉള്ളത്. അപ്പോൾ ഇവർക്കത് മനസ്സിലാവുകയും സാധ്യമാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഏതായാലും എൻ്റെ ഒരു കണക്കുകൂട്ടനുസരിച്ച് ഇപ്പം ബോച്ചയ്ക്ക് കിട്ടാത്ത ജാമ്യം പുള്ളിക്ക് കിട്ടണമെന്നില്ല, പക്ഷേ കിട്ടുകയും ചെയ്യാം. കാരണം പുള്ളി ന്യായവും അന്യായവും ഒക്കെ കോടതിയിൽ മാറി നിന്ന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത് പിടികൊടുത്താൽ അകത്തും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ മുൻകൂർ ജാമ്യം കിട്ടി ഒരു തിരിച്ചുവരവിനെ സാധിക്കും. ഏതായാലും ഈ രാഹുൽ ഈശ്വർ ഈ അവസരം ഇവരുടെ കൂടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായിട്ടുണ്ട്.